ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കസ്റ്റേർഡ് കേക്കാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെന്ന് നോക്കാം. 1.5 കപ്പ് മൈദ, 1/2 കപ്പ് കസ്റ്റേർഡ് പൗഡർ, 1 കപ്പ് ഓയിൽ, 1 കപ്പ് sugar powder, 1 cup milk, 1 tablespoon baking powder, 1/2 tablespoon baking soda, 1 pinch ഉപ്പ്, 1 pinch salt, vanilla essence. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് പാല് കുറച്ച് കസ്റ്റേർഡ് പൗഡറിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. ഷുഗർ പൗഡർ ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഷുഗർ പൗഡർ ഫുൾ അതിൽ ഇടണം. ഇട്ടതിന് ശേഷം അതിലേക്ക് കുറേശ്ശെയായി ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഓയിലിൽ വേണം ഷുഗർ പൗഡർ അലിഞ്ഞു ചേരേണ്ടത്. നല്ലവണ്ണം അലിയിച്ചു ചേർക്കുക. ഓയിൽ ഫുൾ യൂസ് ചെയ്യണം. അതിലേക്ക് ഷുഗർ പൗഡർ നല്ലവണ്ണം ആഡ് ചെയ്ത് അത് ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കുക. ശേഷം നമ്മൾ എടുത്തു വെച്ച മൈദ കുറേശ്ശെയായി ഈ ഷുഗറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ലവണ്ണം സ്മൂത്തായി അതിൽ ആഡ് ചെയ്യണം. അതിനുശേഷം ബാക്കിയുള്ള മൈദയും അതിൽ ആഡ് ചെയ്യുക. മിക്സ് ചെയ്ത മൈദയുടെ ബാറ്ററിലേക്ക് എടുത്തു വെച്ച കസ്റ്റേർഡ് പൗഡർ കലക്കിയത് ഇതിലേക്ക് കുറേശ്ശെയായി ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇനി ബാക്കിയുള്ള കുറച്ചും കൂടി ഉള്ള കസ്റ്റേർഡ് പൗഡർ കലക്കി വെച്ചത് ഇതിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ് എല്ലാം ഇതിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക.
അതിനുശേഷം അതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഇത് ഒരു പാത്രത്തിൽ ഓയിൽ നല്ലവണ്ണം പുരട്ടി ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ഈ കേക്ക് ഓവനിലല്ല ഉണ്ടാക്കുന്നത്, പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കേക്ക് കുക്കറിൽ വെക്കുന്നതിന് മുമ്പ് കുക്കർ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് അതിൻ്റെ മേലെ ഒരു സ്റ്റാൻഡ് എന്തെങ്കിലും വെക്കണം. അതിന് ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ലിഡ് അടയ്ക്കുക. വെയിറ്റ് ഇടരുത്. പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ്സ് വെക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കസ്റ്റേർഡ് കേക്ക് ഇവിടെ റെഡിയായിരിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഈ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. Bye. Thank you.